നമസ്കാരം, എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ഫുൾ ഓൺ റിവ്യൂ വീഡിയോ ആണ്. നമ്മൾ പ്ലമ്മിന്റെ ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന സ്കിൻ കെയർ പ്രോഡക്ട്സിന്റെ കംപ്ലീറ്റ് റിവ്യൂ ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രോഡക്ട്സ് ഒരുമിച്ച് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതൊരു കൊളാബറേഷൻ വീഡിയോ ആണോ എന്നുള്ളത്. കൊളാബറേഷൻ വീഡിയോ അല്ല, ഞാൻ എൻ്റെ കാശ് കൊടുത്ത് വാങ്ങിയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിന്റെ ഹോണസ്റ്റ് ഒപ്പീനിയൻ ആണ്, ഹോണസ്റ്റ് റിവ്യൂ ആണ്. ഞാൻ കുറേ മാസങ്ങളായി ഈ പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്, ചിലതൊക്കെ ഓൾമോസ്റ്റ് കാലിയായിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റിവ്യൂ വീഡിയോ പേഴ്സണലി ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇത്രയും പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കയ്യിൽ കൊള്ളാത്തതുകൊണ്ട് ഞാൻ ട്രേയിലൊക്കെ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഫുൾ റേഞ്ച് ആണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. ഫേസ് വാഷിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ ഫേസ് മസ്റ്റ്, ടോണർ, ഡേ ക്രീം, നൈറ്റ് ക്രീം, ഇത്രയും പ്രോഡക്ട്സ് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്കിൻ കെയറിൻ്റെ ഓർഡറിൽ തന്നെ പോവാം. ഫസ്റ്റ് ഞാൻ ഫേസ് വാഷ് ആണ് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഗ്രീൻ ടീ റേഞ്ചിൽ വരുന്ന എല്ലാ പ്ലമ്മിൻ്റെ പ്രോഡക്ട്സിൻ്റെയും ഒരു ബേസിക് പാക്കേജിങ് ഇങ്ങനെയാണ്. വൈറ്റ് കാർഡ്ബോർഡ് കാർട്ടൺ പാക്കേജിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളറിലാണ് പ്ലം എന്ന് എഴുതിയിട്ട് വരുന്നത്. ഇങ്ങനെ ഒരു ബേസിക് പാക്കേജിങ്ങിലാണ് വരുന്നത്. അപ്പോൾ ഇത് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ പോർ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലമ്മിന്റെ എല്ലാ പ്രോഡക്റ്റും തന്നെ വീഗൻ ആണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രൂവൽറ്റി ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്, SLS ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. ഈ ഒരു ഫേസ് വാഷ് പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ പോർ ക്ലെൻസിങ് ഫേസ് വാഷ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാർജ് ഓപ്പൺ പോർസ് ഉള്ളവർക്ക് ആ ഒരു പോർ സൈസ് ഒന്ന് മിനിമൈസ് ചെയ്യാനും ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. പിന്നെ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്യൂട്ട് ചെയ്യുന്ന സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി സ്കിൻ ടൈപ്പ് ആണ്. ഓയിലി ടു കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പിന് ബെസ്റ്റ് ആയിട്ട് സ്യൂട്ട് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് ആണിത്. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു പൊടിക്ക് ഡ്രൈങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഞാനിത് യൂസ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് അങ്ങനെ സ്കിന്ന് വലിഞ്ഞു മുറിഞ്ഞതായിട്ട് അങ്ങനത്തെ ഒരു ഫീൽ ഒന്നുമില്ല. നമ്മൾ ചില ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി അപ്പം തന്നെ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം എന്നുള്ളൊരു ടെൻഡൻസി വരും. പക്ഷേ ഈ ഒരു ഗ്രീൻ ടീ ഫേസ് വാഷിന് അങ്ങനത്തെ ഒരു പ്രശ്നവുമില്ല. നമുക്ക് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ മോയ്സ്ചറൈസർ ഇടണം എന്നുള്ള രീതിയിലേക്ക് സ്കിന്ന് ഡ്രൈ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോമ്പിനേഷൻ സ്കിന്ന് വരെയുള്ള ആളുകൾക്ക് ഈ ഒരു ഫേസ് വാഷ് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ ഡ്രൈ സ്കിന്നുകാർക്ക് ഞാൻ അത്ര അങ്ങോട്ട് റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എക്സ്ട്രീംലി ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് നന്നായി ഡ്രൈ ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഈ ഒരു പ്ലം ഗ്രീൻ ടീൻ്റെ ത്രൂ ഔട്ടുള്ള റേഞ്ചിൽ ഇഷ്ടപ്പെട്ടുള്ളൊരു കാര്യം, ഇതിനകത്ത് ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഗ്ലൈക്കോളിക് ആസിഡിനെ പറ്റിയിട്ട് ഞാൻ മുമ്പേയും പറഞ്ഞിട്ടുണ്ട്. ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറയുന്ന ഒരു എക്സ്ഫോലിയേറ്റിംഗ് ഏജന്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിന് നാച്ചുറലി എക്സ്ഫോലിയേറ്റ് ആവും. അതിന്റെ ഫലമായിട്ട് ഡെഡ് സ്കിൻ, ഡെഡ് സെൽ ഒക്കെ ഓട്ടോമാറ്റിക്കലി നമ്മളെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യപ്പെടും. അപ്പോൾ ഡയറക്റ്റ് ഗ്ലൈക്കോളിക് ആസിഡ് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെ അല്ലാതെ നിങ്ങൾക്ക് ഒരു സേഫർ സൈഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്റ്റ്സ് നിങ്ങൾ സ്കിന്നിൽ യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ത്രൂ ഔട്ട് പ്ലമ്മിന്റെ ഗ്രീൻ ടീ റേഞ്ചിൽ ഗ്ലൈക്കോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള പ്രോഡക്ട്സുകളാണുള്ളത്. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഡേ ടു ഡേ രീതിയിൽ നിങ്ങളെ സ്കിൻ എക്സ്ഫോലിയേറ്റ് ആവുകയും അതിന്റെ ഫലമായിട്ട് നിങ്ങൾക്ക് പോയ നിങ്ങളുടെ സ്കിന്നിൽ ആ ഒരു ബ്രൈറ്റ്നെസ് കാണാനും സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ ട്യൂബ് ഉള്ളത് കേട്ടോ. അത് കാലിയായി ഇനി ഒരു 2-3 യൂസിനുള്ള പ്രോഡക്റ്റുകൾ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് ഈ ഒരു ഇതിന്റെ കൺസിസ്റ്റൻസി കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്ത് മാറ്റി വെച്ചതാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ചെറിയ ഗ്രാന്യൂൾസ് ഉണ്ട്, സ്ക്രബ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഗ്രാന്യൂൾസ് ഉണ്ട്. ഈ ഒരു ഗ്രാന്യൂൾസ് നമ്മളെ ഭയങ്കര ഒരു എക്സ്ഫോലിയേറ്റിംഗ് രീതിയിലൊന്നല്ലെങ്കിലും ചെറിയ രീതിയിലായിട്ട് ഒരു സ്ക്രബിങ്ങും ഈ ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് സ്കിന്നിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ പ്ലമ്മിന്റെ ഗ്രീൻ ടീ ഫേസ് വാഷിന്റെ 75 ml പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതിന്റെ പ്രൈസ് 345 രൂപയാണ്. നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 6 മാസം കൊണ്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്ത് തീർക്കണം. അതിന്റെ കാരണം ഇതിനകത്ത് പാരബൻസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻസ് അവർ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 6 മാസത്തിനുള്ളിൽ നിങ്ങൾ യൂസ് ചെയ്ത് തീർക്കണം. ഫേസ് വാഷ് ഒക്കെ 6 മാസത്തിനുള്ളിൽ ഈസി ആയിട്ട് തീരൂല്ലേ. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ഒരു ഫേസ് വാഷിനെ കുറിച്ച് പറയാനുള്ളത്. വാഷ് കഴിഞ്ഞിട്ടുള്ള എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഒരു പ്ലമ്മിന്റെ ഗ്രീൻ ടീ റിവൈറ്റലൈസിങ് ഫേസ് മിസ്റ്റ്. പിന്നെ ക്വാണ്ടിറ്റി കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, കാലിയായിട്ടുണ്ട്. ഏകദേശം 3/4 ഭാഗത്തോളം ഞാൻ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് കാലിക്കറ്റിൽ ഉണ്ടായ സമയത്ത്, ചൂടുള്ള സമയത്ത് നമുക്ക് അങ്ങനെ വലിയതായിട്ടുള്ള സ്കിൻ കെയർ ഒന്നും ചെയ്യാനുള്ളൊരു ഒരു ഇഷ്ടം ഉണ്ടാവില്ല, മുഖം വേർക്കും എന്നുള്ളത് കൊണ്ട്. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് രാത്രി ഈ ഒരു ഫേസ് മിസ്റ്റ് മാത്രം അടിച്ചിട്ടായിരുന്നു കിടക്കാറുണ്ടായിരുന്നു. അപ്പം നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ്. നമുക്കറിയാം ഫേസ് മിസ്റ്റ് ഒക്കെ അങ്ങനെ തന്നെയാണ്. നല്ലൊരു സുഖമാണ്, നല്ല റിഫ്രഷിംഗ് ആണ് ഇത് ഫേസിൽ നമ്മൾ അടിക്കുമ്പോൾ.
അപ്പോൾ ഇതും തന്നെ 100% വീഗൻ ആയിട്ടുള്ള ക്വാളിറ്റി ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ ആക്നെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആക്നെ ഉള്ളവർക്ക് അത് കുറയാൻ വേണ്ടിയിട്ടും ഈ ഒരു ഫേസ് മിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫേസ് മിസ്റ്റ് എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ നമ്മളെ സ്കിന്ന് ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. നമുക്കിത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സ്കിന്നിൽ ആ ഒരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കിട്ടാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫേസ് മിസ്റ്റ് തീരെ സ്കിൻ കെയർ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആളുകളില്ലേ, ഈ എന്താ പറയുക പാടാണ് സ്കിൻ കെയർ ഒക്കെ ചെയ്യാന്നുള്ള അങ്ങനെ ഒരു മെൻറ്റാലിറ്റി ഉള്ളവർക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നിങ്ങൾ ഒരു മിനിമം ആയിട്ടുള്ളൊരു നറിഷ്മെന്റ് നിങ്ങളുടെ സ്കിന്നിൽ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡന്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ രീതിയിലുള്ള ബെനിഫിറ്റ്സും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻ കേസ് ആക്നെ ഉണ്ടെങ്കിൽ അതിനെ കുറയാൻ വേണ്ടിയിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളെ സഹായിക്കും. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനും എളുപ്പമാണ്. സ്പ്രേ ആണ്, ഈക്വൽ രീതിയിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തുകൊണ്ടും സ്കിൻ കെയർ ഇഷ്ടമില്ലാത്തവർക്ക് ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്, നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക്. അപ്പോൾ ഇതിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 100 ml പ്രോഡക്റ്റ് ആണ്. നമുക്ക് ഇതിന്റെ പ്രൈസ് 360 രൂപയാണ്. ഈസി ആയിട്ട് ഒരു 2 മാസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് തീരെ സ്കിൻ കെയർ ഇഷ്ടമില്ലാത്ത ഒരാളെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പ്ലമ്മിന്റെ ഗ്രീൻ ടീ റിവൈറ്റലൈസിങ് ഫേസ് മിസ്റ്റ്. നമ്മളെ നെക്സ്റ്റ് പ്ലം ഗ്രീൻ ടീ ടോണർ ആണ്. എനിക്ക് പേഴ്സണലി ഇപ്പൊ ടോണേഴ്സ് ഉപയോഗിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ചെറിയ രീതിയിലൊക്കെ പോഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ കഴിയുന്നതും റെഗുലർ ബേസിസിൽ ഞാനിപ്പം ടോണേഴ്സ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ടോണറിന്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ടോണേഴ്സ് യൂസ് ചെയ്യുമ്പോൾ മാക്സിമം ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ടോണേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ടോണേഴ്സും നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നതായിട്ടൊരു ഫീൽ നമുക്ക് ഉണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽക്കഹോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആക്കും. ആൽക്കഹോൾ ഉള്ള ടോണേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നാച്ചുറൽ ആയിട്ട് നമ്മൾ സ്കിന്ന് ഡ്രൈങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള ഒരു ടോണർ ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ പോർസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്യും ഗ്രീൻ ടീ ഉള്ളത് കൊണ്ട് തന്നെ. അതുകൂടാതെ നമുക്ക് പാരബൻ ഫ്രീ ആയിട്ടുള്ള, ക്രുവൽറ്റി ഫ്രീ ആയിട്ടുള്ള, വീഗൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. പിന്നെ ഇതിന് അങ്ങനത്തെ ഒരു രീതിയിലുള്ള സ്മെല്ലും ഇല്ല കേട്ടോ. പ്ലമ്മിന്റെ ഫുൾ ത്രൂ ഔട്ടുള്ള റേഞ്ചിന് ഒന്നെങ്കിൽ ഫ്രീഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ വളരെ വളരെ മൈൽഡ് ആയിട്ടുള്ള നമുക്ക് ഒട്ടും തോന്നാത്ത രീതിയിലുള്ള ഫ്രീഗ്രൻസ് ആണ് ഉണ്ടാവുക. ഇതും തന്നെ ഫ്രീഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾ എങ്കിലും ഫ്രീഗ്രൻസിനോട് അലർജിക് ആയിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഞാൻ അപ്പം ഓൾമോസ്റ്റ് റെഗുലർ ബേസിസിൽ യൂസ് ചെയ്യുന്ന ഒരു ടോണറാണിത്. വൈബ്സ് എന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു ടോണർ ഇട്ടിട്ടെന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗുഡ് വൈബ്സ് തന്നെയാണ് നല്ലത്. ഇത് നമ്മൾ കോട്ടൺ പാഡിൽ എടുത്തിട്ട് നോർമലി യൂസ് ചെയ്യുന്ന രീതിയിൽ തന്നെ യൂസ് ചെയ്യേണ്ട ഒരു ടോണറാണ്. പക്ഷേ ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. എസ്പെഷ്യലി നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ, സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഒരു ടോണർ നെക്സ്റ്റ് നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്ലമ്മിൻ്റെ ഈ ഒരു ടോണർ തന്നെ വാങ്ങുക. നിങ്ങൾക്ക് ഏത് സ്കിൻ ടൈപ്പ് ആണെങ്കിലും സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള ഒരു ടോണറാണ്. നമുക്ക് നെക്സ്റ്റ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസറിലേക്ക് വരാം. ഓക്കെ, ഈ ഒരു മോയ്സ്ചറൈസർ ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഓയിലി സ്കിന്നുകാർക്ക് നല്ലതാണ്. എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു സുഖമുള്ളൊരു കൺസിസ്റ്റൻസി ആയിട്ടും അപ്ലൈ ചെയ്യുമ്പം അത്ര ഒരു ഓക്കെ ആയിട്ട് തോന്നില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ്. എനിക്കിത് ഞാൻ പ്രിഫർ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇവിടെ കാലിക്കറ്റിലാകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇത് ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ സ്കിന്നിന് അങ്ങനെ ഒരു ഹെവിനെസ് ഫീൽ ആവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഇത് അത്ര അങ്ങോട്ട് മതിയാവില്ല. കാരണം ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയതുകൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് അത്രയും കൊണ്ട് ആ ഒരു നറിഷ്മെന്റ് ഫീൽ ചെയ്യില്ല. ബട്ട് നിങ്ങൾ ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആണ്, മാറ്റിഫൈങ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഓയിൽനെസ് ഫീൽ ചെയ്യുന്നില്ല. ത്രൂ ഔട്ട് ഫുൾ ഡേ നമ്മളെ സ്കിന്ന് ആ ഒരു മാറ്റിഫൈങ് ആയിട്ട് തന്നെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡ്രൈ സ്കിന്നുകാർക്ക് ഇതൊട്ടും സ്യൂട്ട് ആവില്ല ഈ ഒരു മോയ്സ്ചറൈസർ. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ മാറ്റിഫൈങ് മോയ്സ്ചറൈസർ ഓയിലി സ്കിന്നുകാർക്കും വേണമെങ്കിൽ കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ അതാണ് ഈ ഒരു മോയ്സ്ചറൈസർ എന്ന് പറയുന്നത്. നല്ല കൺസിസ്റ്റൻസി, ഭയങ്കര റണ്ണി വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. നമ്മൾ ലാസ്റ്റ് പ്രോഡക്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ നൈറ്റ് ജെല്ലാണ്. ഫസ്റ്റ് ഇത് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ കാണും. അടിയിൽ ഇതാ തട്ടിക്കഴിഞ്ഞു, ബോട്ടിലിൻ്റെ അടിയിൽ എത്തിക്കഴിഞ്ഞു. ബോട്ടിൽ ലക്ഷൂറിയസ് പാക്കേജിംഗ് ഉള്ള ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിലാണ്. മേലെ ലിഡ് ആണെങ്കിലും
സൂപ്പർ പാക്കേജിങ്. ഇങ്ങനത്തെ ഒരു സ്പാച്ചുല പോലത്തെ സംഭവം വരുന്നുണ്ട് നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു പ്ലമ്മിൻ്റെ എല്ലാ ഇങ്ങനത്തെ പാക്കേജിങ്ങിൽ വരുന്നതിലും ഇങ്ങനത്തെ ഒരു സ്പാച്ചുല പോലത്തെ സാധനം ഉണ്ട്. ലുമിനൻസ് അതിൻ്റെയും ക്രീം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിലും ഉണ്ട് ഇങ്ങനത്തെ ഒരു പാക്കേജ്. അപ്പോൾ ഹൈജീൻ വൈസ് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. ഒന്നെങ്കിൽ നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ പമ്പ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്പാച്ചുല കൊടുത്തിട്ട് നമ്മൾ കൈ അങ്ങനെ ഡയറക്റ്റ് കോണ്ടാക്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് ഒക്കെ അവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ കാർഡ്ബോർഡ് പാക്കേജിങ് ഞാൻ എടുത്തു വെച്ചാൽ അവസ്ഥ പരിതാപകരമാണ്. എന്നാലും എടുത്തു വെച്ചാൽ എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെയാണ് നമുക്ക് ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ ഉള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ഈ പാക്കേജിങ് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഞാനൊന്ന് വായിക്കാം കേട്ടോ. ഇതിനകത്ത് എലോവേരയുടെ എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്, ഗ്ലൈക്കോളിക് ആസിഡ് ഉണ്ട്, ആരഗൺ ഓയിൽ ഉണ്ട് സ്കിന്ന് ഹൈഡ്രേഷന് വേണ്ടിയിട്ട്, പിന്നെ ഫ്രൂട്ട് എക്സ്ട്രാക്ട് അടങ്ങിയിട്ടുണ്ട്, പിന്നെ എനിക്ക് വായിൽ കൊള്ളാത്ത വേറെ കുറേ സംഭവങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ഞാൻ ഇത്രയും കാലിയാക്കിയത് കാലിക്കറ്റിൽ നിന്നാണ്. ഞാൻ നാട്ടിലുണ്ടായ സമയത്താണ് എനിക്ക് ബെസ്റ്റ് നൈറ്റ് ക്രീമായിട്ട് അല്ലെങ്കിൽ നൈറ്റ് ജെല്ലായിട്ട് തോന്നി. ഇതൊരു കൺസിസ്റ്റൻസി നമുക്ക് ആ ഒരു ഹ്യൂമിഡ് ക്ലൈമറ്റിൽ ബെസ്റ്റ് ആണ് കേട്ടോ. ഒട്ടും ഹെവിനെസ് ഫീൽ ചെയ്യില്ല. ഇടുമ്പോൾ നല്ലൊരു ഫീലാണ് ഇടാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു പോൺസിൻ്റെ സൂപ്പർ ലൈറ്റ് ജെൽ മോയ്സ്ചറൈസർ ഇല്ലേ, അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു ജെൽ കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പം നമുക്ക് അല്ലാണ്ട് എക്സ്ട്രീംലി ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഒരു ഹൈഡ്രേഷന് ഇത് മതിയാവുമോ ചോദിച്ചാൽ തീർച്ചയായിട്ടും മതിയാവില്ല. പക്ഷേ എനിക്ക് നാട്ടിലത്തെ ക്ലൈമറ്റിൽ ഈ ഒരു ബെസ്റ്റ് ആയിട്ട് എനിക്ക് സ്യൂട്ട് ചെയ്ത്. നോർമലി ഞാൻ നാട്ടിലുണ്ടാകുമ്പോൾ നൈറ്റ് ക്രീമൊക്കെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്, ഒരു അൺകംഫർട്ടബിൾ ആവുന്നുള്ളത് കൊണ്ട്, ചൂടെടുക്കുന്നുള്ളത് കൊണ്ടൊക്കെ. പക്ഷേ ഇത് ഞാൻ ത്രൂ ഔട്ട് നാട്ടിലുണ്ടായപ്പോൾ യൂസ് ചെയ്തിട്ടാണ് ഇത് ഇത്രയും കാലിയായിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയാണ്. ഒട്ടും നമ്മളെ സ്കിന്നിൽ ഹെവിനെസ് ഫീൽ ആവുന്നില്ല. അതേസമയം നമുക്ക് വേണ്ടത്ര ഹൈഡ്രേഷൻ ഇതിനകത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഡേ ക്രീമും നൈറ്റ് ക്രീമും വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് നൈറ്റ് ക്രീം തന്നെയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഡേ ക്രീമിനേക്കാളും. പറയുമ്പം അതൊരു ക്രീം കൺസിസ്റ്റൻസി ആണ്, ഇതൊരു ജെൽ കൺസിസ്റ്റൻസി ആണെന്നുണ്ടെങ്കിൽ പോലും എനിക്ക് കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഒരു നൈറ്റ് ജെല്ലാണ്. തന്നെ നമുക്ക് 6 മാസം തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്ലമ്മിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങുമ്പോൾ മനസ്സിൽ വെക്കുക, വാങ്ങിക്കഴിയുമ്പം 6 മാസം മാത്രമേ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ നിന്നാൽ മതി. അല്ലാണ്ട് എക്സ്പയർ ആയി കഴിഞ്ഞിട്ടും കുഴപ്പമൊന്നുമില്ല യൂസ് ചെയ്യാന്നുള്ള രീതിയിൽ ദയവ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. അപ്പോൾ 6 മാസം കൊണ്ട് എല്ലാ പ്രോഡക്റ്റും എക്സ്പയർ ആവും, അത് മൈൻഡിൽ വെക്കുക. അപ്പോൾ അത്രയാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പ്ലമ്മിൻ്റെ ഈ ഒരു ഗ്രീൻ ടീ റേഞ്ചിലുള്ള പ്രോഡക്റ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ റിവ്യൂ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചോളൂ, ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പറയുന്ന പോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അനലിറ്റിക്സ് നോക്കുമ്പോൾ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നതായിട്ട് കണ്ടു. അപ്പോൾ എന്തായാലും വീഡിയോ കാണുന്നുണ്ട്, അപ്പോൾ സബ്സ്ക്രൈബും കൂടി ചെയ്തൂടെ. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു മോട്ടിവേഷനും കൂടി ആവും നല്ല നല്ല വീഡിയോ ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ആ ഒരു റെഡ് കളർ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റ, ബൈ.